ഡസ്റ്റിൻ സംവിധാനം ചെയ്ത ടോം ഹോളണ്ട് നായകനായ ചിത്രമാണ് മാർവൽ സ്റ്റുഡിയോസിൻ്റെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഈ സിനിമ കാണാൻ പോയി. നല്ല മനോഹരമായിട്ടുള്ള ചിത്രമായിരുന്നു. നല്ല 3D എഫക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഡോൾബി വിഷനൊക്കെ ആയിട്ടുള്ള സിനിമയായിരുന്നു ഇത്. മനോഹരമായിട്ടുള്ള അടി, ഫൈറ്റ് കാര്യങ്ങളെല്ലാം സൂപ്പറായിരുന്നു. BGM ആയാലും മ്യൂസിക് ആയാലും ഫൈറ്റിംഗ് ആയാലും വേറെ ലെവലായിരുന്നു, പീക്ക് ലെവലായിരുന്നു ഈ സിനിമയുടെ. പിന്നെ കുറച്ച് ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് അമ്മി അതുപോലെ തന്നെ കെവിനൊക്കെയാണ് എൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് ഈ സിനിമയുടെ. പിന്നെ റൈറ്റർ എന്ന് പറഞ്ഞാൽ ക്രിസ് അതുപോലെ തന്നെ എറിക്കൊക്കെയാണ് എൻ്റെ റൈറ്റർ. പിന്നെ മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് അവരുടെ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ളൊരു ബോണ്ടിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു. എൻ്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരുന്ന രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനുമായി ബന്ധപ്പെട്ട നേരത്തെ സിനിമയെ അപേക്ഷിച്ച് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു ഇത്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ നമ്മുടെ സ്പൈഡർമാൻ, അതായത് നമ്മുടെ പീറ്റർ പാർക്കർ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. നമ്മുടെ ടോം ഹോളണ്ട് നായകനായിട്ടുള്ള ഈ സിനിമ നല്ല ക്ലിയർ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മുടെ ബ്രൂസ്, നമ്മുടെ ഹൾക്കായിട്ടുള്ള അടി ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ ലെവൽ. അതൊക്കെ തിയേറ്ററിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. പിന്നെ നിഞ്ച ഫൈറ്റ്, അതൊക്കെ ഒരു രക്ഷയിലായിരുന്നു. പിന്നെ മൈൻഡ് കൺട്രോളായിട്ട് ഒരു വില്ലത്തി ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടാണ് ഇവളുടെ പേര്, ഈ ആക്ടറിൻ്റെ പേര്. മനോഹരമായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക.